3 സെറ്റ് പത്രികയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പ്രചരണം വളരെ നന്നായിട്ട് പോകുന്നു. നല്ല ആത്മവിശ്വാസം, ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല ആത്മവിശ്വാസമുണ്ട്. അതായത് ഈ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോർപ്പറേഷന്റെ ഭാവി പദ്ധതികൾ, വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ എത്തും എന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബിജെപിക്ക് ലഭിക്കുമ്പോൾ 45 ദിവസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട്, നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് കോർപ്പറേഷനിലൂടെ കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് അനുഗുണമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏതു തരത്തിലാണ്, അതിന് കേന്ദ്ര ഗവൺമെന്റ് ഏതു തരത്തിലൊക്കെ സഹായിക്കും, ഏതു തരത്തിലൊക്കെ ഇടപെടൽ നടത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തിന് കൈവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം, നരേന്ദ്രമോദിയോടൊപ്പം, ബിജെപിയോടൊപ്പം നിൽക്കും. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അല്ല, നഗരസഭ ഭരണം ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിരുന്നു. ഇപ്പോൾ എന്നോട് നിൽക്കുന്ന കൌൺസിലർ, ഞാനിപ്പോൾ മത്സരിക്കുന്ന വാർഡിലെ തൊട്ടുമുള്ള കൌൺസിലറാണ്, പത്മയാണ്. ഇവരൊക്കെ തന്നെ എത്ര ദിവസമാണ് ഇത്, ജയലക്ഷ്മിയുണ്ട്, തൃക്കണ്ണാപുരം വാർഡിലെ കൌൺസിലറാണ്, ജാനകി അമ്മാൾ, ജാനകി ചേച്ചിയുണ്ട്, ഫോർട്ട് വാർഡിലെ മുൻ കൌൺസിലറായിരുന്നു. ഇവരൊക്കെ തന്നെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വീണ്ടും പരിശ്രമിക്കുകയായിരുന്നു. ഈ വനിതകളൊക്കെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിരകൾ കഴിഞ്ഞ 5 വർഷം വേണ്ടേ ഭരണം കിട്ടിയാൽ നരേന്ദ്രമോദി ഇവിടെ എത്തി വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നതാണോ പറഞ്ഞത്? ഭരണം ബിജെപിക്ക് ലഭിക്കും 45 ദിവസത്തിനകം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 45 ദിവസങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. ഇനി തിരുവനന്തപുരത്തിന്റെ വികസനം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശം നൽകും. കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉണ്ടാകും. അതിനനുസരിച്ച് 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റും. അക്കാര്യങ്ങളൊക്കെ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ല, പാർട്ടിയുടെ ഘടകങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. പാർട്ടി ഇപ്പോൾ ഞങ്ങൾ പരിശ്രമിക്കും, സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഞങ്ങൾ എല്ലാ പ്രവർത്തകരും പരിശ്രമിക്കുന്നത് പരമാവധി സീറ്റുകൾ വിജയിപ്പിക്കുവാനുമാണ്. ഞങ്ങൾ എല്ലാ പേരും ഞങ്ങൾ നിൽക്കുന്ന സീറ്റുകൾ ജയിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് പരമാവധി സീറ്റുകൾ വിജയിക്കുവാനുള്ള പരിശ്രമത്തിലാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം പാർട്ടിയുടെ കൃത്യമായുള്ള ഘടകങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ആരംഭിക്കും. പാർട്ടിയുടെ, ഞാൻ പറഞ്ഞല്ലോ, 2 പ്രധാനമന്ത്രിമാർ, ഒന്നിൽ കൂടുതൽ രാഷ്ട്രപതിമാർ, ഉപരാഷ്ട്രപതിമാർ, അവരുടെ സ്ഥാനാർത്ഥിത്വം, നിരവധി മുഖ്യമന്ത്രിമാർ, 100 കണക്കിന് MLA മാർ, 100 കണക്കിന് MP മാർ, മന്ത്രിമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, മേയർമാർ, ഇവരെയൊക്കെ തന്നെ വിജയകരമായ പ്രോസസ്സിലൂടെ നിശ്ചയിച്ച് വിജയകരമായി അവർ പ്രവർത്തിച്ച് മുന്നേറുന്ന പാർട്ടിയാണ് BJP. ആ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഉത്തമമായ കരങ്ങളിൽ തന്നെ ഭരണമേൽപ്പിക്കുവാൻ തരത്തിലുള്ള ഒരു മെക്കാനിസമുണ്ട്. ആ മെക്കാനിസം കൃത്യമായ സമയത്ത് ഇടപെടും. തീർച്ചയായിട്ടും പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകം അംഗീകരിക്കുന്ന തരത്തിൽ, ലോകം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നരേന്ദ്രമോദിയെ പോലുള്ള നേതാവിനെ വാർത്തെടുത്ത പാർട്ടിയാണ് BJP. ഞങ്ങളുടെ തീരുമാനങ്ങൾ നേതാക്കന്മാർ വളരെ ശരിയായ നേരത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 45 വർഷം ഈ കോർപ്പറേഷൻ തുടർച്ചയായി ഭരിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്ന് പ്രാഥമിക കൃത്യം നിർവഹിക്കുവാൻ വേണ്ടി
ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയെ തിരുവനന്തപുരത്ത് നിന്നും എത്രയും പെട്ടെന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയിൽ ആരംഭിച്ച അഴിമതിയുടെ ആറാട്ട് നടത്തിയതിനു ശേഷം ഇപ്പോഴും അടങ്ങാതെ മേയർ കോർപ്പറേഷനകത്ത് അവരുടെ കാലാവധി കഴിഞ്ഞു, എന്നിട്ടും കോർപ്പറേഷൻ ഭരണകാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ചില തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ കൌൺസിലിന്റെ മിനിറ്റ്സ് പോലും ക്ലോസ് ചെയ്തിട്ടില്ലെന്നാണ്. ഇപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. അവസാനത്തെ കൌൺസിൽ നടന്നിട്ട് ആ കൌൺസിലിന്റെ മിനിറ്റ്സ് പോലും ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ ആർക്കും എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാകുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെ എഴുതി പിടിപ്പിക്കുവാനുള്ള വ്യഗ്രതയിലാണ്. അങ്ങനെ തന്നെ ഭരണം അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിലാണ്.